ഐഡിയ ഫാമേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലമാണല്ലോ. മഴക്കാലത്ത് പൊതുവേ ഫാമേഴ്സ് നേരിടുന്ന പ്രശ്നമാണ് ലിറ്റർ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നില്ല, അതേപോലെ തന്നെ കോഴികൾക്ക് വേണ്ടത്ര ഗ്രോത്ത് കിട്ടുന്നില്ല, കോക്സി, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ബാച്ച് എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചിട്ട് ഒരു 5500 കോഴികൾ വളർത്തുന്ന ഒരു ഷെഡിൽ പോയിട്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് നേരെ ആ ഒരു ഫാമിൽ പോയിട്ട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നപ്പോൾ ഷാജേട്ടൻ അവിടെ രാവിലത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫാം റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാമൊക്കെ നല്ല റാക്ക് ചെയ്ത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത്രയും വലിയ ഫാം ഇങ്ങനെ എത്ര നല്ല രീതിയിൽ നല്ല ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിങ്ങനെ ഇത്രയും ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് അത് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോഴിയിട്ട് ഒരു ആദ്യത്തെ ഒരു 4 ദിവസം പിന്നെ പേപ്പറിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ. അത് കഴിഞ്ഞാൽ അത് ഇത് ബ്രോഡർ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇളക്കിയിരിക്കും. ഒരു 10 ദിവസം ആദ്യമേ ഇത് മറ്റേ ഇതുകൊണ്ട് ഇളക്കുന്നത് വരണ്ടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം കൊണ്ടാണ് ഇളക്കുന്നത്. അപ്പോൾ പൊതുവെ ചില ഫാമേഴ്സൊക്കെ പറയുന്ന പ്രശ്നമുണ്ട്, ഒരു 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ റാക്കിംഗ് മെഷീന്, ഇത് വെച്ചിട്ട് ഇളക്കാനൊന്നും പറ്റത്തില്ല. ഒരു 30 ദിവസം വരെ ഇളക്കാൻ പറ്റും, അത് കഴിഞ്ഞാൽ ഈ വണ്ടി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലത്. അങ്ങനെയുണ്ടോ? 30 ദിവസം കഴിഞ്ഞാൽ ഇളക്കാൻ ഒരു പ്രശ്നമില്ല. ആദ്യത്തെ ദിവസം ഇളക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ 30ാമത്തെ ദിവസവും 40 പിടിക്കുന്ന അന്ന് വരെ ഇളക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ ഈസിയാണ്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ നല്ല പൊടിയായിട്ട് തന്നെയാണുള്ളത്. ഇപ്പോൾ 30 ദിവസമായി, ഇനിയിപ്പോൾ ഒരു 38-40 ദിവസമായി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതെ, എല്ലാ ദിവസവും ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊടി വയ്ക്കുന്നത്. ഇപ്പം മഴക്കാലാണ്, 30 ദിവസമായി ഇതേ കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ ഒരു 2 ദിവസം ഇളക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കണ്ടീഷൻ കിട്ടൂല. അപ്പോൾ നമ്മളെ ഇളക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ മഴക്കാലത്ത് പൊതുവേ എല്ലാ ഫാമേഴ്സും പറയുന്ന കാര്യമാണ് മഴക്കാലത്ത് ഇങ്ങനെ ഡ്രൈ ആയി കിട്ടില്ല എന്നുള്ളത്. പക്ഷെ മഴക്കാലത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ എന്താ പറയുക പൊടി നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. അതെ. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇത് നമ്മുടെ ആ ഒരു പൗൾട്രി മിത്രയുടെ റാക്കിംഗ് മെഷീനാണ്. എനിക്ക് തോന്നുന്നത് ഇത് ആദ്യത്തെ ഫസ്റ്റ് ഇറങ്ങിയ വാർഡിലുള്ള ഒരു മോഡലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇത് ഇപ്പം മേടിച്ചിട്ട് എത്ര വർഷമായി ചേട്ടാ? ഇതിപ്പോൾ 3 വർഷത്തോളമായി മേടിച്ചിട്ട്. 3 വർഷത്തോളം. എങ്ങനെ ഇത് ഉപകാരപ്പെടുന്നുണ്ടോ? ഇത് വളരെ ഉപകാരപ്രദമാണ്. കാരണം നമ്മളൊരു 2-2.5 മണിക്കൂർ എടുക്കണമെങ്കിൽ ഇത്ര വലിയ ഫാമിൽ ഇളക്കി സാധാരണ ഇതുകൊണ്ട് ഇളക്കണമെങ്കിൽ ഇതുകൊണ്ട് കൃത്യം 1 മണിക്കൂർ കൊണ്ട് ഇളക്കി കഴിയും. മൊത്തം ഇളക്കി കഴിയും എന്ന് തന്നെ നല്ല വൃത്തിയാവുകയും ചെയ്യും. പിന്നെ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല? ഒന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് തന്നെ ഒറ്റ കൈക്ക് തള്ള, ശരിക്കും ഒറ്റ കൈക്ക് തള്ള, അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ ബാക്കോട്ട് എടുക്കണമെങ്കിലും തിരിക്കണമെങ്കിലും മറിക്കണം, എന്ത് ചെയ്യണമെങ്കിലും ഒരു വിഷയമില്ല. വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഇത്. വെള്ളപാത്രത്തിന്റെ അടിയിലൊക്കെ കറക്റ്റ് കവർ ചെയ്ത് പോകില്ല? കവർ ചെയ്യും. അപ്പോൾ ഡിയർ ഫാമേഴ്സിന് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഷാജേട്ടൻ്റെ 5000ൻ്റെ മേലുണ്ട്, ഏകദേശം 6000ൻ്റെ അടുത്ത് കോഴികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ലിറ്ററൊക്കെ നല്ല വൃത്തിയിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയം പറയാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മഴക്കാലത്ത് പൊതുവേ നമുക്ക് ആ ഒരു ലിറ്ററിൽ ഈർപ്പം എന്തായാലും ഉണ്ടാകും. കാരണം വേനൽക്കാലത്തതുപോലെ ഈർപ്പം വലിഞ്ഞു പോകത്തില്ല. എന്നാൽ ആ ഒരു സമയത്തും കൃത്യമായിട്ട് നമ്മൾ ഇളക്കുകയും നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും. കാരണം ഈ ഒരു മഴക്കാലത്ത് ലിറ്റർ ഡ്രൈ അല്ലെങ്കിൽ കോക്സിയൊക്കെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു വിഷയം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന ജൂലൈ 16-ാം തീയതി മുക്കത്ത് വെച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് തൊട്ടതായ ഒരു കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.